ഇന്ന് അടിപൊളി നാടൻ രീതിയിലുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതിന് വേണ്ടി 1/2 കിലോ മത്തിയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് സമയം വെക്കണം. മത്തിക്കറി വെക്കാൻ ചട്ടി വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 5-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും നടുവേ കീറിയതും ഇട്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറാൻ വേണ്ടി. ചെറിയ ഉള്ളി ഇല്ലാഞ്ഞുകൊണ്ട് കൊച്ചു കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴഞ്ഞിട്ട് അപ്പോൾ ഇതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴലാൻ വേണ്ടി ഇതിലേക്ക് മത്തിയിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചുകൊണ്ട് ഇതിലേക്ക് 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഗ്രേവി തിളയ്ക്കുമ്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ലവണ്ണം വാടി പച്ചമണ്ണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് 2 കതിർപ്പ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തു. ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാലയൂടെ ചേർക്കുന്നുണ്ട്. അപ്പം അതും 1 സ്പൂണ് ഫിഷ് മസാലയും ചേർത്തു. മഞ്ഞൾപ്പൊടി കുറച്ച് മീനിനകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു 1/2 ടീസ്പൂണൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ എണ്ണയിൽ കിടന്ന് ചെറിയ തീയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മീൻകറിക്ക് എപ്പോഴും അതിൻ്റെ മസാലകൾ ആ എണ്ണയിലൊന്ന് വഴറ്റി പിന്നെയാണ് പുളിവെള്ളമൊക്കെ ചേർക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയും ഇതെല്ലാം ഇപ്പം നല്ല പരുവത്തിന് ആയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടാവുമ്പോൾ വേണമെങ്കിൽ ഉലുവ പൊട്ടിച്ചിട്ടും ചെയ്യാം. ഇന്ന് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണാണ് ഇപ്പം ചേർത്ത് കൊടുത്തത്. ഇനിയും ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നേരത്തെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. പുളിയെ ഒരു 4 കഷ്ണം ചെറിയ പുളി കഷ്ണങ്ങളാണ് അത് ചേർത്ത് 1 കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തിള വന്നു കഴിയുമ്പോൾ നമുക്ക് മീൻ പെറുക്കിയിടാം. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഗ്രേവിക്കകത്ത് മുങ്ങി കിടക്കുന്നുണ്ട്. നമുക്ക് അടപ്പടച്ചു കൊടുത്ത് ഇതൊന്ന് വേഗം വിടാം. ഇടയ്ക്ക് ഒന്ന് ചാട്ടി ചുറ്റിച്ചു കൊടുക്കണം. ഇതൊന്ന് വട്ടത്തിൽ ചുറ്റിച്ചു കൊടുത്തു. മീൻ ഗ്രേവിയിൽ ഇട്ട് കഴിഞ്ഞ് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂണോ കവിയോ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്തു. ഇപ്പം നല്ല തിള വന്നപ്പോൾ തീയെ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇനി അത് അടച്ചു കൊടുക്കും. മാറ്റി ഒന്ന് നോക്കി ഇപ്പം നമുക്ക് ഇങ്ങനെ നല്ല ഗ്രേവിയുടെ തിള വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉപ്പും മുളകും പുളിയും എല്ലാം ആവശ്യത്തിനുണ്ടോ നോക്കി. ഇപ്പോൾ എല്ലാം നല്ല ആവശ്യത്തിനുണ്ട്. ഞാൻ ആദ്യം ആ മീനിന് ഉപ്പ് പുരട്ടി വെച്ചുകൊണ്ട് ഇപ്പം ഗ്രേവിയിൽ തിളച്ചപ്പോൾ നല്ലതായിട്ട് ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഇഞ്ചിയും സവോളയെല്ലാം വഴറ്റിയപ്പോൾ 1/2 സ്പൂൺ ഉപ്പ് കൂടെ പിന്നെ ഇട്ട് കൊടുത്തുള്ളൂ. പക്ഷേ ഇപ്പം ആവശ്യത്തിന് ഉപ്പുണ്ട്. മൊത്തം ഇതിന് ഒരു 1.25 സ്പൂൺ ഉപ്പ് ഈ ഗ്രേവിക്ക് ചേർത്തത്. നിങ്ങൾ ഉപ്പ് എല്ലാവരും അവരവരുടെ ആവശ്യത്തിനാണ് ഉപ്പും പൊടിയും ചേർക്കുന്നത്. എപ്പോഴും നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ മെത്തേഡാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. പിന്നെ ഉപ്പ് എപ്പോഴും അവരവരുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. ഇപ്പം മത്തി ഈ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. മീനെടുത്ത് നോക്കി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ലാസ്റ്റ് അടുപ്പിൽ നിന്നും വാങ്ങുന്നതിൻ്റെ മുമ്പേ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇങ്ങനെ തൂവി കൊടുക്കാം. അതോടൊപ്പം തന്നെ മത്തിക്ക് എപ്പോഴും കുറച്ച് വെളിച്ചെണ്ണ ഒരു ഇങ്ങനെ മുകളിൽ കൂടെ തൂവി കൊടുത്തിട്ട് പിന്നെ ഉടനെ തന്നെ നമ്മൾ അടപ്പെടുത്തങ്ങ് അടച്ചു കൊടുക്കണം. ഇനി ഇത് കറി വിളമ്പാൻ നേരം മാത്രമേ അടപ്പ് തുറക്കാവൂ.